ഐ നോബഡി എന്ന ചിത്രം കണ്ടിരുന്നു. പടത്തിലെ ഡയറക്ടർ, റൈറ്റർ, ആർട്ടിസ്റ്റ്, മ്യൂസിക്. പടത്തെക്കുറിച്ച് പറയുമ്പം ബാങ്ക് റോബറിയും അതുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെയാണ് കഥ പറയുന്നത്. പൃഥ്വിരാജ് അത്യാവശ്യം നല്ലവണ്ണം പെർഫോം ചെയ്യുന്നുണ്ട്. പാർവതി നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികൾ, മറ്റ് ആർട്ടിസ്റ്റ് ആരും അങ്ങനെ മോശം പറയാൻ പറ്റിയ ഒന്നുമില്ല, നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പടം ഞാൻ രാവിലെ ട്രെയിലർ കണ്ടു, അതിനുശേഷം പോകുമായിരുന്നു. പടത്തിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പറയുമ്പം അത്യാവശ്യം നല്ല രീതിയിൽ പിടിച്ചിരുത്തുന്ന സാധനമായിരുന്നു. അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എനിക്ക് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പം എനിക്ക് അത്ര ഒരു താല്പര്യം തോന്നില്ല. സ്ക്രിപ്റ്റിൽ കുറച്ചും കൂടെ പണിയെടുക്കാമായിരുന്നു എനിക്ക് തോന്നി. സിനിമ ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് അല്ലേ. ഒരു മിക്സഡ് റിവ്യൂ ആണ്. ഒരു സെക്കൻഡ് ഹാഫിന് ശേഷം ആളുകൾക്കിടയിൽ തിയേറ്ററിൽ ഇരുന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. പൃഥ്വിരാജും പാർവതി എന്ന് പറയുമ്പം ആ ഒരു കോംബോ ഒരുപാട് നാളുകളായില്ലേ. അപ്പം ആളുകൾക്കിടയിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ കോംബോ എങ്ങനെ വർക്കൗട്ടാവും. പിന്നെ ഈ ജെയ്ക്സ് ബിജോയ് പറയാതിരിക്കാൻ പറ്റില്ല. ഈ പടത്തിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. റൊഷാക്ക് പടം ചെയ്ത ഡയറക്ടറാണ്. പുള്ളിയുടെ പടം റൊഷാക്കൊക്കെ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല. വേ ഓഫ് മേക്കിംഗ് അതൊരു സാധാരണയുള്ള മലയാളം പടം പോലത്തെ ഒരു പടമല്ല. അദ്ദേഹം നേരത്തെ ചെയ്ത പടം കെട്ടിയോളാണ് എൻ്റെ മാലാക, നമ്മുടെ ആസിഫ് അലിയെ വെച്ചുള്ള പടം. ആ പടം അത്യാവശ്യം നല്ല രീതിയിൽ കളക്ട് ചെയ്ത മൂവിയാണ്. റോഷാക്ക് എനിക്ക് തോന്നുന്നത് ഒരു മിക്സഡ് റിവ്യൂ ആണ്. ഈ പടം ഒരു മിക്സഡ് റിവ്യൂ എല്ലാവർക്കും ഒന്നും ഡൈജസ്റ്റ് ആവണമെന്നില്ല. ഞാൻ പറഞ്ഞു ഇന്റർവെല്ലിന് ശേഷം പടം കുറച്ചുകൂടെ മെച്ചപ്പെടുത്താവുന്ന എനിക്ക് കുറച്ചും വലിഞ്ഞിട്ടുണ്ട്. പറയാനുള്ള കാര്യം ഷോർട്ട് ആൻഡ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നാവുമായിരുന്നു എനിക്ക് തോന്നുന്നു. ഇപ്പം മലയാളം പടത്തിനൊക്കെ പൊതുവെ എല്ലാ പടവും തമിഴും തെലുങ്കും എല്ലാ പടങ്ങളും 3 മണിക്കൂർ 3.5 മണിക്കൂറിലോട്ടൊക്കെ പോകുന്നുണ്ട്. പടത്തിന്റെ കഥ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ. ഈ ആക്ടർ ഹക്കീം അദ്ദേഹം ഓരോ പടങ്ങളിലും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യുന്നു. നല്ല രീതിയിൽ പോളിഷ് ചെയ്ത് വരുന്ന നടൻ. ഭാവിയിൽ മലയാളം പടത്തിനൊരു മുതൽക്കൂട്ടായിരിക്കും ഇദ്ദേഹം. ഇദ്ദേഹത്തിന് ഏത് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. നായകനായിട്ട് വേണം യൂസ് ചെയ്യാം, വില്ലനായിട്ട് യൂസ് ചെയ്യാം, സഹനടനായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ഒരു ആണ് ഈ ഹക്കീം. ഈ പടത്തിൽ ഒരുപാട് ആക്ഷൻ രംഗങ്ങളുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ആക്ഷൻ രംഗങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ചോദ്യം, ഇത്രയ്ക്ക് ആക്ഷൻ വേണമായിരുന്നോ എന്ന് എനിക്ക് തോന്നി കേട്ടോ. നല്ല രീതിയിൽ രാജു പണിയെടുത്തിട്ടുണ്ട്. ക്വാളിറ്റി ഉള്ള ആക്ഷൻ രംഗങ്ങളാണ്. ചുമ്മാതെ വന്ന് ചെറപാട അടിക്കുന്ന പരിപാടിയല്ല. അതിനൊരു നാച്ചുറാലിറ്റി ഉണ്ട്. പക്ഷേ ഇത്രയും അടി ഈ പടത്തിൽ വേണമായിരുന്നോ എന്നുള്ളൊരു ചോദ്യം പൊതുവെ എല്ലാവരിലും ഉണ്ട്. വർക്ക് നല്ലതാണ്, അടി ഇച്ചിരി കുറയ്ക്കാമല്ലോ എന്നെല്ലാവരും ചിന്തിച്ചിരുന്നു. വലിയ ഹൈപ്പുമായിട്ട് നിങ്ങൾ ഈ തിയേറ്ററിൽ ഈ പടത്തിന് പോകണ്ട. നോർമലായിട്ടൊരു മൂവി കാണാൻ പോകുന്നു എന്നുള്ള രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ വാച്ചബിൾ മൂവിയാണ്. ഒരുപാട് പ്രതീക്ഷയൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ഒരു പൃഥ്വിരാജ് ഫാൻസ് വെൽഫെയർ അസോസിയേഷൻ അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള രംഗങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പറ്റുന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും തിയേറ്ററിൽ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുക. ജെയ്ക്സ് ബിജോയുടെ സൗണ്ടും നല്ല കിഡിലിന് സ്റ്റണ്ടൊക്കെ ഉണ്ട്. പിന്നെ പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കുമല്ലോ. ഇപ്പോൾ റിവ്യൂസ് നമ്മൾ വാച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പല ആൾക്കാരും പല പടത്തെക്കുറിച്ച് പറയുന്ന പല അഭിപ്രായങ്ങളാണ്. എന്താണെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ പടം തിയേറ്ററിൽ പോയി തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.